ചില സിനിമ കണ്ടു കഴിയുമ്പോഴേ അപ്പം തന്നെ റിവ്യൂ ഇടണമെന്ന് തോന്നും. കാര്യം ഇങ്ങനെ കുറേ ആളുകളോട് ഇങ്ങനെ ഒച്ചത്തി വിളിച്ച് പറയണം, എല്ലാവരും പോയി കാണ്, നല്ല സിനിമയാണ് എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയാനുള്ളൊരു ത്വരയുണ്ടല്ലോ. ആ ത്വരയുടെ ബേസിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ബാലൻ കണ്ടു. ഔട്ട്സ്റ്റാൻഡിങ് ഫിലിം. അതായത് എന്താ പറയുക, എന്ത് നരേഷനാണ്, എന്ത് ഡയറക്ഷനാണ്, എന്ത് സിനിമോട്ടോഗ്രാഫിയാണ്, എന്ത് മ്യൂസിക്കാണ്, എന്ത് ക്യാരക്ടർ പ്ലേസ്മെൻ്റാണ്, എന്ത് ക്യാരക്ടർ സെലക്ഷനാണ്. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഒരു നോർമൽ സ്പീഡിൽ കഥ പറഞ്ഞു പോകുന്ന സിനിമയാണ്. അതായത് ജീവിതത്തിൻ്റെ ആയിട്ടുള്ള ഒരു സ്പീഡുണ്ടല്ലോ, ആ ലെവലിൽ കഥ പറഞ്ഞു പോകുന്ന സിനിമയാണ്. അപ്പോൾ നമ്മൾ കാണാൻ പോകുമ്പോൾ എപ്പോഴും ഫുള്ളി ഫ്രീ ആയിട്ട് മൈൻഡൊക്കെ റിലാക്സ് ആയിട്ട് സന്തോഷമായിട്ടിരുന്ന് കാണേണ്ട ഒരു സിനിമയാണ്. അതായത് എന്താ പറയുക, ഒരു അമ്മ മോൻ്റെ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു സിനിമ. അതിന് വേണ്ടിയിട്ട് അവരെടുക്കുന്ന സ്ട്രഗിളും അവരുടെ ഒരു പെയിനും ഒക്കെയാണ് സിനിമയിൽ പറഞ്ഞു പോകുന്നത്. എന്താ പറയുക, കാലങ്ങൾ കഴിഞ്ഞാലും ഈ സിനിമയെക്കുറിച്ച് ആളുകൾ സംസാരിക്കും. നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിലെല്ലാ ക്യാരക്ടറും എനിക്ക് ഹാറ്റ്സ് ഓഫ് ചിദംബരം, പിന്നെ ഹാറ്റ്സ് ഓഫ് ഗണപതി. പുള്ളിയാണ് ഇതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ. ഒരാളില്ല ഇതിനകത്ത് മോശമായിട്ടുള്ള ഒരു ക്യാരക്ടറില്ല. അതായത് ആ കഥാപാത്രത്തിന് ചേരുന്ന ആളുകളെ മാത്രം വെച്ചെടുത്തൊരു സിനിമ. ഇതിൽ സുഹൃത്ത് ബന്ധങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ നല്ല ക്രിയേറ്റിവിറ്റിയിൽ ഒരു സ്പേസും ഇല്ല എന്ന് കാണിച്ചെടുത്ത സിനിമയാണ്. തിയേറ്ററിൽ വെച്ച് തന്നെ ഞാൻ ചിദംബരത്തിനെ കണ്ടു. ഞാൻ ചിദംബരത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഇൻ്റർവെല്ലാപ്പിളാണ് കണ്ടത്, നല്ല സിനിമയാണെന്ന രീതിയിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണെന്ന രീതിയിൽ പുള്ളിയെടുത്ത് പറയാൻ പറ്റിയിട്ട് സന്തോഷമുണ്ട്. അപ്പം നിങ്ങളൊന്ന് കാണ്. മലയാളത്തിലെ ഒരു ഉഗ്രൻ ക്രിയേറ്റിവിറ്റി കാണാനായിട്ട് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. അപ്പം ഓക്കെ.